2026 ഫെബ്രുവരി 14 ഇന്ന് നമ്മുടെ കാഞ്ഞിരക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഇന്ന് കൊടിയേറി. നമ്മുടെ നാട് മുഴുവൻ ഇനി ഉത്സവ ലഹരിയിലായിരിക്കും. നമ്മുടെ കാഞ്ഞിരക്കാട്ട് അമ്പലം കാണിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അമ്പലപ്പടിയും കൂടെ കാണിക്കണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഈ ഒരു ഡ്രോൺ ഷൂട്ടും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മുടെ പഴയ അമ്പലപ്പടി അല്ല കേട്ടോ, ഒരുപാട് മാറിപ്പോയി. ഒരുപാട് വീടുകളൊക്കെ വന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്പലപ്പടി. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടാൽ അറിയാം, പച്ചപ്പൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റബ്ബറൊക്കെയാണ് കേട്ടോ നല്ല രീതിയിൽ അടച്ച് പച്ചയൊക്കെ കാണണേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ഇപ്പോൾ വിദേശത്താണ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒരുപാട് പേര് പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളും പെരുന്നാളുകളൊക്കെ മിസ് ചെയ്ത് ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഉത്സവങ്ങളും പെരുന്നാളും അങ്ങനെ ചെറിയ ചെറിയ നാട്ടിലെ വിശേഷങ്ങളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ കൂടെ ഇങ്ങനെ ത്രൂ ഔട്ട് എന്ത് സമയം പോയിട്ടാണെങ്കിൽ പോലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മെനക്കെട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നതിനോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ നാട്ടിലെ വണ്ണപ്പുറത്തിൻ്റെയും നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഇടുക്കിയിലെ നമ്മുടെ തൊടുപുഴയിലൊക്കെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഒട്ടുമിക്ക ആളുകളും പങ്കുവയ്ക്കുന്നതൊക്കെ കാണുന്നുമുണ്ട്. അഭിപ്രായങ്ങളൊന്നും കാണാറില്ല, എന്നിരുന്നാൽ പോലും സബ്സ്ക്രൈബും ചെയ്ത് കുറവാണ്. അപ്പോൾ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കട്ടാക്കി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ കാഞ്ഞിരക്കാട്ട് മഹാദേവൻ്റെ ശ്രീകോവിലിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഉത്സവം കഴിഞ്ഞാൽ തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി എല്ലാവരും സഹായിക്കണം എന്നുകൂടി ഞാൻ ഓർപ്പിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ മൊത്തം ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ കൊടിയേറ്റത്തിനുള്ള കൊടിക്കൂറ ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ സമർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ കൊടിയേറ്റത്തിനായിട്ടുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൂജകളും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഉള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ നമ്മുടെ ക്ഷേത്ര പരിസരങ്ങളൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പഴയ രീതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ കൊടിയേറ്റത്തിനുള്ള നമ്മുടെ കൊടിക്കൂറ പൂജിക്കുകയാണ്. അത് നമ്മുടെ തന്ത്രിയാണ് പൂജിക്കുന്നത്, സുധാകരൻ തന്ത്രികളാണ്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എല്ലാവരും വന്നു തുടങ്ങി. ദീപാരാധനയ്ക്ക് സമയമായതുകൊണ്ട് തന്നെ വിളക്കുകളൊക്കെ തെളിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദീപാരാധന കഴിഞ്ഞതാ ആരതിയൊക്കെ ഒഴിഞ്ഞ് അതിനുശേഷം ശ്രീകോവിലിന് ഉള്ളിലേക്ക് നമ്മുടെ കൊടി ക്ഷേത്ര മേൽശാന്തി ബാബുശാന്തികൾ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ഇത് പാണി കൊട്ടു എന്ന് പറയും കേട്ടോ. ക്ഷേത്രത്തിൽ നമ്മുടെ കൊടിയേറ്റത്തിന് വേണ്ടിയുള്ള അനുവാദം ക്ഷേത്ര പ്രസിഡന്റിനോട് ചോദിച്ചിട്ട് പാണി കൊട്ടുന്ന രംഗങ്ങളാണ്. അതിനുശേഷം കൊടിക്കൂറ നമ്മുടെ ക്ഷേത്രത്തിനകത്തു നിന്നും ചെറിയ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് ഇനി അടുത്തത് നമ്മുടെ കുറച്ച് പൂജാവിധികൾ കൊടിമരച്ചുവട്ടിലുണ്ടായിരിക്കും. അതിനുശേഷമാണ് കൊടിയേറ്റ്. അപ്പം നമ്മുടെ ഈ ഒരു ചടങ്ങുകൾ ചെയ്യുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയാണ്. തന്ത്രി എന്ന് പറയുമ്പോൾ സുധാകരൻ തന്ത്രിയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ തന്ത്രികൾ. അപ്പോൾ അദ്ദേഹം ആ ഒരു പൂജാവിധികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊടിമരച്ചുവട്ടിൽ ഉള്ള പൂജകൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിനുശേഷം പൂജാവിധികളെല്ലാം കഴിഞ്ഞ് ശുദ്ധിയാക്കുന്ന ഒരു ചടങ്ങുകളെല്ലാം. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന കൊടിക്കൂറ കയറ്റുകയാണ്. ഒരു ഉത്സവത്തിന് കൊടിയേറുക എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നാടിൻ്റെ ഉത്സവത്തിന് കൊടിയേറുന്ന ഒരു പ്രക്രിയ. അപ്പോൾ കൊടിമരത്തിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് കൊടിക്കൂറ കെട്ടി ഇനി കൊടി കയറുകയാണ്.
അപ്പോൾ കൊടിയേറ്റം കഴിഞ്ഞിരിക്കുകയാണ്. നാളെ ഫെബ്രുവരി 15 ശിവരാത്രിയാണ്. ശിവരാത്രി വ്രതങ്ങളും അഖണ്ഡനാമ യജ്ഞങ്ങളും പതിവ് പോലുള്ള ക്ഷേത്രാചാര ചടങ്ങുകളും ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. അതിനുശേഷം 16-ാം തീയതി വെളുപ്പിന് 3 മണി മുതൽ നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഉള്ളതുപോലെ തന്നെ പിതൃതർപ്പണത്തിനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ 20-ാം തീയതിയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ആറാട്ട്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷണിക്കുകയാണ്. അപ്പം ഈ വീഡിയോ മാക്സിമം എല്ലാവരെയും ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ബൈ.